സാധാരണ എല്ലാ ഗുണ്ടകൾക്കും ചില വട്ടപ്പേരും വിളിപ്പേരും ഒക്കെ ഉണ്ട്. ചിലരത് ബ്രാൻഡ് നെയിമായി ഉപയോഗിക്കും. എന്നാൽ ഇങ്ങനെ കളിയാക്കി വിളിക്കുന്നതിൽ പ്രകോപിതരാകുന്ന ഗുണ്ടകളെയും കാണാം. കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ട അട്ടാണി അനീഷിനെ വട്ടപ്പേര് വിളിച്ചാൽ അയാൾ പ്രകോപിതനാകും. അങ്ങനെ പലരെയും തല്ലിയിട്ടുമുണ്ട്. ഒരിക്കൽ ഇരട്ടപ്പേര് വിളിച്ചതിന് യുവാവിനെ മർദ്ദിച്ച കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളാണ് അട്ടാണി അനീഷ്. ആ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെ വീണ്ടും ഗുണ്ട പണി തുടങ്ങി. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന യുവാവിനെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസിൽ അനീഷ് വീണ്ടും അറസ്റ്റിലായിരിക്കുന്നു. ആക്രമണ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഒളിവിൽ പോയ പ്രതി മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് വീട് വളഞ്ഞ് ഇയാളെ പിടികൂടിയായിരുന്നു. എന്നാൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ പ്രതി ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന യുവാവിനെ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി മർദ്ദിച്ചു. പിന്നീട് അത് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും ചെയ്തു. തുടർന്ന് സെൻട്രൽ പോലീസ് സ്വമേധയാ ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തവേ മട്ടാഞ്ചേരിയിലുള്ള വീട്ടിൽ വന്നതായി രഹസ്യവിവരം ലഭിക്കുകയും പോലീസ് വീട് വളഞ്ഞ് അനീഷിനെ പിടികൂടുകയുമായിരുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക ടീമിനെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പ്രേമാനന്ദ കൃഷ്ണൻ, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ SHO ജിജോ MJ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഭക്ഷണം കഴിച്ചതിന് പണം ആവശ്യപ്പെട്ട ഹോട്ടലുടമയെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ മാർച്ച് 16-നാണ് അനീഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തത്. വട്ടപ്പേര് വിളിച്ചെന്നാരോപിച്ച കാസർഗോഡ് സ്വദേശിയെ ആക്രമിച്ചതിനും അട്ടാണിക്കെതിരെ കേസുണ്ട്. എറണാകുളം MG റോഡിലുള്ള ടീ ഷോപ്പിൽ വെച്ചൊരു യുവാവിനെ മർദ്ദിച്ച കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് ഇയാൾ വീണ്ടും കൊലവിളിയും ആക്രമണവുമായി രംഗത്തെത്തിയത്. നിരവധി ആളുകളെ അട്ടാണി അനീഷ് ഭീഷണിപ്പെടുത്തുന്നതായി പോലീസിന് മുന്നിൽ പരാതിയുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.